ആരെങ്കിലും ഇങ്ങനെ ബി ആർ പ്രസാദ് മരിച്ചു അങ്ങനെ ഇതാണെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ആന്തലിങ്ങനെ. അദ്ദേഹത്തിനുള്ള ഒരു ഏറ്റവും ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മദ്യപിക്കും എന്നുള്ള. എനിക്കും മക്കൾക്കും പ്രസാദിയുടെ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ളൊരു തോന്നൽ ഇതുവരെയും വന്നിട്ടില്ല. ഈ യൂട്യൂബിനകത്ത് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും, അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ട് എഴുതി എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് ഇങ്ങനെ അങ്ങ് ഛർദ്ദിച്ചു വെക്കാൻ പറ്റുമോ? മ്യൂസിക് ചെയ്ത് ഈ പാട്ട് വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം അത് ഭംഗിയോടെ കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു എഫക്റ്റ് അറിയത്തില്ല. അതിലാണ് അദ്ദേഹം പറഞ്ഞത് 15,000 രൂപ വാങ്ങി എന്നുള്ളത്. ഒരു പാട്ട് എഴുതുന്ന ഒരാൾക്ക് ഒരു പാട്ടിനെ ഇവിടെ ഓരോ വ്യക്തികളും എത്രയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ 4/1 പോലും ബി ആർ പ്രസാദിന് കിട്ടിയിട്ടില്ല. എന്നെ അവർ പറ്റിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു. നന്നായിട്ട് അറിയായിരുന്നു. അത് പ്രസാദിൻ്റെ എത്രയോ കഥ സിനിമയായിട്ടുണ്ട്. കാശിന് വേണ്ടിയിട്ടൊരു ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയേ അല്ലായിരുന്നു. അല്ലെങ്കിൽ എത്രയോ ഇതിൽ നന്നായിട്ട് ജീവിക്കാമായിരുന്നു, അങ്ങനെ ഒരാളായിരുന്നു എങ്കിൽ. അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ ഒരു കാവി കൈലി കൊടുത്ത് ഒരു തോർത്തും തോളലിട്ട് അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് അവിടെ കയറി, വീട്ടിൽ പത്രമുണ്ട് എന്നാലും ആ കടയിലിരുന്ന് പത്രം വായിക്കണം, ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കണം, നാട്ടുകാരോട് വിശേഷം പറയണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. വെറും 21-ാം വയസ്സിൽ ഒരു ആട്ടക്കഥ മുഴുവനുമായും എഴുതിയ പ്രതിഭ. ഓരോ കേരള പിറവി ദിനത്തിലും മലയാളി ഈ പ്രതിഭയെ ഓർക്കാറുമുണ്ട്. ഓരോ രാഗത്തിൻ്റെ വൈകാരിക ദീപ്തിയെപ്പറ്റിയും പറയാൻ അറിവുള്ള ഒരു വിദ്വാൻ. അങ്ങനെയൊക്കെയാണ് ബി ആർ പ്രസാദ് ഒരു മലയാളിക്ക്. അദ്ദേഹത്തെ പറ്റി ഓർക്കാൻ എന്നോടൊപ്പം ചേരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വിധു പ്രസാദാണ്. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഗങ്ങളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബൃഹത്തായിട്ടുള്ള ഒരു അറിവുണ്ടല്ലോ. ഭൈരവി എന്നുള്ള രാഗം കാരണം തലവേദന ഉണ്ടാവുന്നു, അതിൻ്റെ ശാസ്ത്രീയത അല്ലെങ്കിൽ അത് പാടുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു അനുഭവമാണ് ഒരാൾക്ക് വേണ്ടത്, ഒരു ഗായകന് വേണ്ടത്, അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മ്യൂസീഷ്യനെ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. രാഗങ്ങളെ പറ്റി പറയുമ്പോൾ എത്രമാത്രം ഇമോഷണൽ ആയിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ എത്രമാത്രം അറ്റാച്ച്ഡ് ആയിരുന്നു ബി ആർ പ്രസാദ് സാർ? പ്രസാദ് രാഗത്തെക്കുറിച്ചൊക്കെ പാട്ടിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു നിർത്തലില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ വന്ന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഒരുപാട് നാൾ കുത്തിയിരുന്ന് അതിൻ്റെ പുറകെ നടന്ന് പഠിച്ചെടുത്തതാണ്. ഒരുപാട് മെനക്കെട്ടിരുന്ന് പഠിച്ച് ഇത് ചെയ്തെന്ന് വെച്ചാൽ പാടാൻ കഴിവില്ല എന്നൊരു ബോധം ഉള്ളിലിങ്ങനെ കിടക്കുന്നത് കാരണം അപ്പോൾ ആ ഒരു ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് തുടങ്ങി വെച്ചതാണ് ഈ രാഗങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത്. അത് പിന്നെ അങ്ങ് ആഴത്തിലങ്ങ് പഠിച്ചു. അതിനെക്കുറിച്ച് ഏത് രാഗം കേട്ടാലും അത് തിരിച്ചറിയും, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ ആരെങ്കിലും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് എത്ര സമയം വേണേലും മുഷിപ്പില്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു ആ ഒരു. പക്ഷെ ഒരുപാട് നന്നായിട്ട് രാഗങ്ങളെക്കുറിച്ച് ഇതിനൊക്കെ മുമ്പേ പല ചാനലുകളും അത് ചെയ്തിട്ടുണ്ട്. വീട്ടിലാണേലും വന്നിരിക്കുമ്പോഴും ഇങ്ങനെ ഇവർ തമ്മിലൊക്കെ സംസാരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചിലപ്പം ചില കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വാദം വരാതെ മണിക്കൂറുകളോളം സംസാരിക്കും. അത് കേൾക്കുന്നവർക്കൊരു മുഷിച്ചിലില്ലാതെ പറയാനും ബി ആറിനൊരു കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ വീട്ടിലൊക്കെ വന്നിരുന്നിട്ടുള്ള ഈ സംസാരങ്ങളുണ്ടല്ലോ, സംഗീതത്തെ പറ്റി, രാഗങ്ങളെ പറ്റി, കവിതകൾ, നാടകങ്ങൾ, സിനിമകൾ, തിരക്കഥകൾ, അങ്ങനെ കുറേ നാള് അല്ലെങ്കിൽ കുറേ നേരം നീളുന്ന ചർച്ചകൾ ആരൊക്കെ തമ്മിലുണ്ടാവാറ്? അനിൽ പനച്ചൂരാൻ വന്നിരുന്നിട്ടുണ്ട്. അതിങ്ങനെ വന്നു കുറേ മണിക്കൂർ ഇരുന്നിട്ട് ഇവർ എഴുന്നേൽക്കുന്നുമില്ല, ഇവരൊന്നും ഇതാകുന്നുമില്ല. കൂടെ വന്നവരും എല്ലാം ഇരുന്ന് ഇങ്ങനെ പറയുക, പാടുക. അപ്പം കവിതകൾ, ആശാൻ്റെ കവിതകൾ, വള്ളത്തോളിൻ്റെ, ഇങ്ങനെ എല്ലാവരുടെയും കവിതകൾ ഇങ്ങനെ പാടിയിരുന്നു. അപ്പം നമുക്കും കേൾക്കുന്നവർക്കും ഭയങ്കര രസമാണ്. ഇവർ രണ്ടുപേരും പിന്നെ ആരൊക്കെയോ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറയുക. അത് പല ഈണത്തിലും ഇതിലുമൊക്കെ ഈ പാട്ടുകളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഒരാൾ പാടി നിർത്തുമ്പം വേറൊരാൾ തുടങ്ങും. ഈ പാട്ടുകളെ കുറിച്ചൊക്കെ അനിൽ വന്ന സമയത്ത് ഒരുപാട് സമയം അത് ഭയങ്കര പൊട്ടിച്ചിരി. അപ്പോൾ അയൽവക്കത്തൊക്കെ ഉള്ളവർ ചോദിക്കുക എന്തോ അവിടെ നടക്കുന്നതെന്നുള്ള. അതുപോലെ ഭയങ്കര, അത് രണ്ടുപേരും ഒട്ടും മോശമല്ലല്ലോ സൗണ്ടിന്. അപ്പോൾ അനിലും അതുപോലെ തന്നെ കവിതകളും ഇങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. നമുക്കും മനസ്സിനൊരുപാട് സന്തോഷം തരുന്നത് പോലുള്ള ഒരനുഭവമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇരുന്ന് സംസാരിക്കുന്ന ടി കെ രാജീവ് കുമാർ. രാജീവേട്ടൻ വരുന്ന സമയത്ത് ഇവരും ഇങ്ങനെയാണ്.
പക്ഷെ അവർ സംസാരിക്കുന്ന ഫിലിമിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. അതൊക്കെ കുറേ നേരം നമുക്ക് കേൾക്കുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാകത്തില്ലല്ലോ. അവരവരുടെ ലോകത്തിങ്ങനെ, നമ്മൾ അല്പജ്ഞാനികളാണ്. അതെ, അവരവരുടെ ലോകത്തേക്ക് പോകും. പിന്നെ അന്താരാഷ്ട്ര ഫിലിം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത്. അതും ഒരു മടുപ്പില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ തന്നെ ഇപ്പൊ ഏറ്റവും അധികം ആളുകൾ എടുത്തു പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് തന്നെ ജലോത്സവത്തിലെ കേരനിരകളാടും എന്നുള്ള പാട്ടാണ്. കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ പാട്ടുകൾ ഞാൻ മാറ്റി നിർത്തുന്നതല്ല. ആ പാട്ട് കുട്ടനാടിനെ പറ്റി എഴുതിയതാണെങ്കിലും പിന്നീട് അതൊരു കേരളീയ ഗാനമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിന്റെ, കേരള ദേശം എന്ന് പറയുന്ന ഒരു ദേശമായി കണക്കാക്കിയാൽ അതിന്റെ ഒരു ഒഫീഷ്യൽ സോങ് ആയിട്ട് അത് മാറിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിനെ തീമാക്കി എടുത്ത് ഏറ്റവും അതിന്റെ ഒരു മലയാളി കേരളത്തെ മൊത്തമായും അറിഞ്ഞ് എഴുതിയ വരികളുടെ ഒരു അനുഭവ സമ്പത്ത് കൂടി ഉണ്ട് ആ പാട്ടിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ പാട്ട് അല്ലെങ്കിൽ എല്ലാ കേരളപ്പിറവി ദിനത്തിലും എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ കാറുകളിലോ FM റേഡിയോ സ്റ്റേഷനിലോ ഒക്കെ ഈ പാട്ടുകൾ വെക്കുകയും ചെയ്യും. ഇത് ഓരോ വട്ടം കേൾക്കുമ്പോഴും അദ്ദേഹത്തെ ഓർക്കാറുണ്ടോ എല്ലാ നവംബർ 1-ാം തീയതിയും? നമ്മൾ അദ്ദേഹത്തെ അത് കേൾക്കുമ്പോഴല്ലല്ലോ, നമുക്ക് ഈ വീട്ടിലെ ഓരോ ഇതിലും ഞങ്ങൾ എന്തിലാണോ എടുക്കുന്നത് ആ സമയം എല്ലാം ഇങ്ങനെ പ്രസാദേട്ടൻ്റെ ഓർമ്മകൾ നമുക്കുണ്ട്. ഇപ്പം ഈ റൂമിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് തന്നെ ഇത് തോന്നില്ല. ഈ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആൾ കൂടെ ഉണ്ടെന്നൊരു തോന്നലുണ്ട്. ഇപ്പോഴും എനിക്കും മക്കൾക്കും പ്രസാദേട്ടൻ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ളൊരു തോന്നൽ ഇതുവരെയും വന്നിട്ടില്ല. ആരെങ്കിലും ഇങ്ങനെ BR പ്രസാദ് മരിച്ചു അങ്ങനെ ഇതാണെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ആന്തൽ ഇങ്ങനെ, നമുക്കെന്തോ അറിയില്ല, അതൊരു വല്ലാത്തൊരു ഫീൽ ആകുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നിടത്തോളം നമുക്കൊരിക്കലും ആളിങ്ങനെ പോയി എന്ന് തോന്നത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈ ലൈബ്രറിയിലുള്ള ഈ പുസ്തകങ്ങളെല്ലാം പ്രസാദ് ചേട്ടൻ്റെ ഒരു 15-20 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രാവശ്യത്തോളം വായിച്ചിട്ടുള്ളതാണ്. ഇത്രയും പുസ്തകങ്ങൾ, ഒരു പുസ്തകം ഒരു പ്രാവശ്യം വായിച്ച് ഉപേക്ഷിക്കുകയല്ല, അതിങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ ഉടനെ അത് ഇന്ന പുസ്തകത്തിലുണ്ട്, ഭയങ്കര മെമ്മറി പവറാണ്. അതപ്പോൾ ഇന്ന പേജിലുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അങ്ങനെ അത് എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ അത് വന്നിരുന്ന് നോക്കും. അല്ലെ ആരെങ്കിലും ഒരു പ്രഭാഷണത്തിന് വിളിച്ചാൽ പ്രസാദേട്ടൻ എന്തായാലും ആ ഒരു പ്രഭാഷണത്തിന് പോകുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പുണ്ട്. അങ്ങനെയുള്ള തയ്യാറെടുപ്പിലൂടെ മാത്രമേ അദ്ദേഹം മൈക്കിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടല്ല, അതിനെക്കുറിച്ച് ഇങ്ങനെ സ്വയം വായനയും ഇതും കഴിഞ്ഞിട്ട് സ്വയം അതിൽ നിന്നും കുറേ കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കും. അദ്ദേഹം എല്ലാ ഗാനരചയിതാക്കളുടെ വർക്കുകളെ പറ്റിയിട്ടും വലിയ രീതിയിൽ അറിവുണ്ട് അദ്ദേഹത്തിന്. അത് എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരുപാട് അറിവുണ്ടെന്ന് കാണിക്കാനോ എന്നുള്ള വിധത്തിലല്ല, കംപ്ലീറ്റ് ആയിട്ടും ഇതിനൊരു സാഹിത്യ ശാഖയായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഒരു കൗതുകം അദ്ദേഹത്തിന്റെ എല്ലാ പ്രഭാഷണങ്ങളും കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പം വയലാറിന്റെ വരികൾ എടുത്ത് നോക്കിയാലും ഭാസ്കരൻ മാസ്റ്റർ വരികൾ എടുത്ത് നോക്കിയാലും വയലാറിന്റെ തന്നെ നാടകഗാനങ്ങളുടെ പ്രത്യേകത, ഇപ്പം ഈ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നവളെ എന്ന് പറയുമ്പോൾ അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ അരിവാൾ ഉൾപ്പെടെ കൊണ്ടുവന്നതിൻ്റെയൊക്കെ പ്രത്യേകതകൾ അദ്ദേഹം വിവരിക്കുന്നത് അത് എത്രയോ തവണ ആ പാട്ടുകൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പാട്ടിന്റെ എഴുത്തുരൂപം വായിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും അതിശയിച്ചു പോയിട്ടുണ്ട് ഇത്രയും അധികം കാര്യങ്ങൾ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് ഓർത്ത് വെക്കുക? അത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നിയത് നമ്മുടെ വയലാർ കൃതികൾ, അല്ലെ വയലാറിൻ്റെ പാട്ടുകളെ കുറിച്ച് പ്രസാദേട്ടൻ ഒരു കുറേ അധികം ഇങ്ങനെ എഴുതി. നമ്മളിപ്പോൾ വയലാറിൻ്റെ പാട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വയലാറിൻ്റെ പാട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് വയലാറിൻ്റെ പാട്ടുകളാണ്. അത് ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ ഇങ്ങനെ, അന്നൊക്കെ കാസറ്റാണല്ലോ, അപ്പോൾ അതിങ്ങനെ ഒരു ബോക്സ് നിറച്ചു അത് വയലാറിൻ്റെ പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണ ദിവസം തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇങ്ങനെ പ്രസാദൻ ഇട്ടിരുന്ന പാട്ട് പോലും ഇതാണ്, ഈ വയലാറിൻ്റെ പാട്ടുകളാണ്. അപ്പം നവരാത്രിയെക്കുറിച്ച് അത് ആ ഒരു പാട്ടുണ്ടല്ലോ, അപ്പം അതിനെക്കുറിച്ചൊരു അതിൻ്റെ അർത്ഥം ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. അതിങ്ങനെ വിവരിച്ച് വെക്കുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര അതിശയം തോന്നും. അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ അർത്ഥം പറഞ്ഞ് അതിപ്പോൾ അതിങ്ങനെ വെറുതെ എഴുതിയതാ. പക്ഷെ അത് നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അതിൽ ഒരു പാഠ്യ വിഷയമായിട്ട് പ്രസാദേട്ടനെ അവർ വിളിച്ചിരുന്നു. അപ്പം ചിലതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ചില നിമിത്തങ്ങൾ, അത് ചുമ്മാ ഒരു ആശയം മനസ്സിൽ തോന്നി അങ്ങ് ചെയ്തതാണ്. പക്ഷെ അത് അവിടെ ആ ഒരു ഇതിൽ പ്രയോജനപ്പെട്ടു. അത് എഴുതിയെല്ലാം കഴിഞ്ഞൊരു 5-8 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ മലയാള സിനിമാ ഗാനങ്ങളെക്കുറിച്ചൊരു ക്ലാസ്സിന് വേണ്ടിയാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, ഞാനിങ്ങനെ വയലാറിൻ്റെ ഭാസ്കരൻ മാഷിൻ്റെ അങ്ങനെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
അത് തന്നെ ചെയ്യാം, അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് അത് ചെയ്തിട്ടുണ്ട്. കുറേ പാട്ടുകളെക്കുറിച്ച് അങ്ങനെ. ഇപ്പം ദുഃഖം നമ്മൾ ചേർത്ത് പോകുന്ന ഒരുപാട് രാഗങ്ങളുണ്ട്. അങ്ങനെ ഓരോ രാഗങ്ങൾക്കും സെപ്പറേറ്റ് ഓരോ ദുഃഖങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ ഈ രാഗത്തിന് ഈ ദുഃഖമാണ്, ഈ ടൈപ്പ് ഓഫ് ദുഃഖമാണ് എന്നൊന്നും നമുക്ക് അറിവുണ്ടായിരുന്നില്ല. ഇപ്പം അദ്ദേഹം ഒരു പാട്ട് പരിപാടിയിൽ മുഖാരി എന്ന് പറയുന്ന ഒരു രാഗമുണ്ട്, അതിന് നിഗൂഢത നിറഞ്ഞൊരു ദുഃഖമാണുള്ളത്. ആ നിഗൂഢതയുള്ള ദുഃഖം എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഉറ്റ സുഹൃത്ത് നമ്മുടെ അച്ഛനെ കാണാൻ വരികയാണെങ്കിൽ ആ സുഹൃത്തിനെ ഒരുപാട് നാൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷവും ഉണ്ടാവണം നമ്മുടെ ശരീരഭാഷയിൽ. എന്നാൽ നമ്മുടെ അച്ഛനാണ് മരിച്ചെടുക്കുന്നത്, അത് കൂട്ടുകാരോട് അവതരിപ്പിക്കണം, അത്രയും കോംപ്ലിക്കേറ്റഡും ആണ്. ഈ അങ്ങനെ നിഗൂഢമുള്ളൊരു ദുഃഖം അനുഭവിച്ചിട്ട് വേണം ഒരു പാട്ടുകാരൻ ആ പാട്ട് പാടുന്നത് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആണ്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടൊരു രാഗത്തെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഇങ്ങനെ രാഗങ്ങളെ പറ്റിയിട്ടൊക്കെ കാഷ്വലായിട്ടുള്ള സംസാരങ്ങളിലൊക്കെ കേട്ടിട്ട് ഇത്രയൊക്കെ ഒരു മനുഷ്യൻ ചിന്തിക്കുമോ എന്ന് അതിശയിച്ചിട്ടുണ്ടോ? പക്ഷെ അതിൽ സംസാരമല്ല, ഈ ചില ഞങ്ങളിപ്പോൾ യാത്രയൊക്കെ പോകുമ്പം എവിടെയെങ്കിലുമൊക്കെ റെക്കോർഡുകൾ കേൾക്കുമല്ലോ, അപ്പം ഇങ്ങനെ അസ്വസ്ഥതയാണ് ചില രാഗങ്ങൾ കേൾക്കുമ്പോഴത്തേന്. അതിങ്ങനെ നിർത്തിയാൽ മതി, ഇങ്ങനെ. അപ്പം നമ്മൾ പറയും എന്തിനീ ആവശ്യമില്ലാത്ത, അത് ശ്രദ്ധിക്കാതിരിക്കും, പക്ഷെ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ് എന്ന് നമ്മളോട് പറയും. അപ്പം നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അതിങ്ങനെ ആ പാട്ട് തീരുന്നിടം വരെ ഇങ്ങനെ അസ്വസ്ഥതയാണ്. പിന്നെ നമ്മൾ പറയുന്നൊന്നും ശ്രദ്ധിക്കത്തില്ല, പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പിന്നെ ആളങ്ങ് അസ്വസ്ഥനാവും അപ്പോഴത്തേക്ക്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ചില രാഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഈ പാട്ട് എഴുതാനൊക്കെ കൊടുക്കുമ്പം തന്നെ കക്ഷിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ചില രാഗങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അത് വരുമ്പോൾ അതിന് പ്രത്യേകത നമുക്ക് മുഖഭാവം കൊണ്ട് അറിയാം എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ മോഹനരാഗം ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രസാദിയുടെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ തൊട്ടേ പാട്ട് എഴുതുമായിരുന്നു. എന്ന് വെച്ചാൽ ലളിതഗാനങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ രാത്രി എങ്ങനെ ഞാനുറങ്ങും, സച്ചിദാനന്ദം പാടിയ ഒരു പാട്ട്. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്ന ഒരു പാട്ട്. പ്രസാദിയൻ ഏതാണ്ട് 26-27 വയസ്സിൽ എഴുതിയതാണ്. അത് പ്രസാദിയന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി എഴുതിയതാണ്. പ്രണയം വെച്ചിട്ട് എഴുതിയതാണ്. അത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ചതുർത്തിയാരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവരെല്ലാവരും കൂടെ എപ്പോഴും ഇങ്ങനെ കൂടിയിരുന്ന് ഇങ്ങനെ ഈ പാട്ടുകളെ കുറിച്ചും ഇങ്ങനെയൊക്കെ പറയും. അപ്പം മതിച്ചേട്ടനും അങ്ങനെ നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. അപ്പം അങ്ങനെ എഴുതിയൊരു പാട്ടാണ് അതപ്പോൾ ആ സമയങ്ങളിൽ തൊട്ടിങ്ങനെ പാട്ടുകൾ എഴുതാറുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പ്രസാദിയിട്ട് ആദ്യം പാട്ട് എഴുതുന്നത് സീതാ കല്യാണം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. പാട്ടുകാര് ശ്രീനിവാസ് ആണത് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സീതാ കല്യാണത്തിലെ ആ പാട്ടുകളെല്ലാം ശരത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടോ റിലീസ് ഒരുപാട് വൈകി. പക്ഷെ അതെങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് ആർക്കും അറിയത്തുമില്ലായിരുന്നു. അത് കിളിച്ചുണ്ടമാമ്പഴം അത് കഴിഞ്ഞാണ് വരുന്നത്. അന്ന് അതങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ടി.കെ. രാജീവ്കുമാറാണ് അത് ചെയ്തത്. അപ്പം അങ്ങനെ ആ പാട്ട് എഴുതി, പക്ഷെ അത് ഇറങ്ങാൻ വൈകിപ്പോയി. അതിനകത്ത് ഒരുപാട് നല്ല പാട്ടുകളാണ് എല്ലാം. നന്നായിട്ട് ശ്രീനിവാസ് അതിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകൾ. അതിനകത്ത് ഒരു നെയ്മണക്കും വാക്കിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ കുറെ നല്ല പാട്ടുകളാണ് അതെല്ലാം. പക്ഷെ എന്തുകൊണ്ടോ ശ്രദ്ധയും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് കിളിച്ചുണ്ടമാമ്പഴം ഇങ്ങനെ. അത് കഴിഞ്ഞ് പ്രസാദിന് ഇങ്ങനെ ആരോടൊന്നും പറയുന്നില്ലായിരുന്നു. ഇതിങ്ങനെ ഇറങ്ങാനും വൈകി. അപ്പം മാനസികമായും എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ പ്രിയദർശൻ സാർ ഇങ്ങനെ പറഞ്ഞു അന്ന് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അന്നൊക്കെ ഭയങ്കര വെപ്രാളമായിരുന്നു. ഈ ഖുർആൻ എടുത്ത് വായിക്കുന്നു, അത് മുസ്ലിം തീമാണ്. അങ്ങനെ അത് ഇവിടെ കിടന്ന് ഭയങ്കര പരാക്രമമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേനും അതെല്ലാം എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനൊന്നും വേണ്ട, താൻ സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ വല്ലതും ചെയ്യ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ പാട്ട് ഇറങ്ങിയ ഉടനെ ഗിരീഷ് പുത്തഞ്ചേരി വിളിച്ചിട്ട് പറയുന്നു, എടാ എനിക്കിപ്പോൾ സന്തോഷമായി, നീ എൻ്റെ കഞ്ഞിയിൽ പാറ്റ ഇടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അല്ലേ, അപ്പോൾ നീ എന്നെ ഒരുപാട് കളിയാക്കിയതാ. എല്ലാ പാട്ടിലും എന്തിനാണ് അപ്പം എപ്പോഴും ഗിരീഷിനെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഗിരീഷ് അതോടനെ തിരിച്ചു കൊടുത്തന്നേരം ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞിട്ട് പറ്റിപ്പോകുന്നതല്ലേ ജീവിതത്തിൽ ഓരോന്ന് പറ്റിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞ്. പിന്നെ പാട്ടെഴുത്തുകാരനാകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. സിനിമ ചെയ്യണം, ഏറ്റവും വലിയ ആഗ്രഹം തിരക്കഥാകൃത്താവണം, സംവിധാനം ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ എല്ലാ മേഖലയിലും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. പക്ഷെ എങ്ങും ആ ഒരു
എല്ലാ കാര്യങ്ങളിലും കൈവച്ചിട്ടുണ്ട്. പക്ഷെ പലതും നാടകങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നാടകം എഴുതുകയും ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അത് സംഗീത നാടക അക്കാദമി അവാർഡ്, ഷഡ്കല ഗോവിന്ദമാര, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഷഡ്കല ഗോവിന്ദമാരാർ എന്നുള്ള സിനിമ അത് വൈകി പോകാനുള്ള കാരണം എന്തായിരുന്നു? അതൊക്കെ എൻ്റെ ലാൽ സാറ് ചെയ്യും എന്ന് പറഞ്ഞ് കുറേ വർഷം ഇങ്ങനെ അതിനുവേണ്ടി, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ ഓർക്കും നമുക്ക് സങ്കടം തോന്നും. ഇപ്പോൾ ആകും ഇപ്പോൾ ആകും എന്ന് പറഞ്ഞ് ഓരോ പത്രങ്ങളിലും എല്ലാം ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതൊന്ന് എപ്പോഴും പറയും, എൻ്റെ ആ ഒരു സിനിമ ഇറങ്ങിക്കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഷഡ്കല ഗോവിന്ദമാരാർ, ചന്ദ്രോത്സവം, അങ്ങനെ കുറേ സ്ക്രിപ്റ്റുകൾ കയ്യിലുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്നും വെളിച്ചം കണ്ടില്ല. പക്ഷെ ഷഡ്കല ഗോവിന്ദമാരാർ നാടകമായിട്ട് ഇറങ്ങിയിരുന്നു, പിന്നെ അത് സ്ക്രിപ്റ്റ് ആക്കി വെച്ചത്. എൻ്റെ അറിവിൽ അത് എം.ടി. സാർ വായിക്കുകയും എം.ടി. സാറിനോട് അതിൻ്റെ ലെറ്ററൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിലാണ് കുറേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. എം.ഡി. സാർ എഴുതിയ ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശിവൻ സ്റ്റുഡിയോയിലെ ശിവൻ സാറാണത്, സന്തോഷ് അച്ഛൻ, അവിടെ വെച്ചാണ് ഇത് തിരക്കഥയാക്കുന്നതും ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എം.ഡി. സാറിൻ്റെ അടുത്ത് ഈ തിരക്കഥ ഇത് കാണിച്ചു. അന്ന് അപ്പം എം.ഡി. സാറ് വായിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ഞാൻ ഇനിയും കൈവെക്കുന്നത് ശരിയല്ല, അത് പ്രസാദ് തന്നെ ചെയ്യും, അത്ര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പ്രസാദിനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. അത് ലെറ്ററൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് ഇങ്ങനെ ലെറ്റർ അതിനെക്കുറിച്ച് എഴുതിയത്, എം.ഡി. സാറിന്റെ കൈപ്പടയിൽ എഴുതിയത്. അതിന് പുറകെ ഏകദേശം കുറച്ചധികം കാലങ്ങൾ നടക്കുകയും ചെയ്തല്ലോ, അതൊരു പ്രൊജക്റ്റ് ആയിട്ട് ഓണാവാൻ വേണ്ടിയിട്ട്. എല്ലാം ഒരുപാട് അന്ന് ഉടനെ നടക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും ആയില്ല. എന്താണ് കാരണം നമുക്കറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പോഴും പ്രിയദർശൻ സാർ അത് സ്ക്രിപ്റ്റ് നമ്മളോട് ഒരാൾ മുഖാന്തരം മേടിച്ചിട്ടുണ്ട്, വായിച്ചിട്ട് ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ സമീപിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് പ്രസാദ് ചേട്ടൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണത്. അപ്പം നമ്മളതിനെ അത്ര കാണുന്നു. അപ്പം അത് അങ്ങനെ തന്നെ നമ്മൾ ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ നമ്മളും അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏകദേശം 7ഓളം തിരക്കഥകൾ ഇവിടെ പൂർത്തിയാക്കിയത് തന്നെ ഈ വീട്ടിലിരിപ്പുണ്ട് എന്നുള്ളത്. അത് ഓരോരോ തിരക്കഥകൾ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ചന്ദ്രോത്സവം, ഷഡ്കല ഗോവിന്ദമാരാർ അല്ലാതെയും ബാക്കിയുള്ള 5 സിനിമകളും പൂർത്തിയാക്കിയതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ടോ അവിടെ? ഒരെണ്ണം പ്രസാദിന്റെ വയ്യാതെ ആകുന്നതിന് മുമ്പ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം, കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവരത് സമ്മതിക്കുന്നില്ല. അപ്പൊ അത് ആദ്യം അതിന്റെ ഒരു പേരിട്ടിരുന്നത് നേർവരകൾ എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരൊക്കെ മാറ്റി 2-3 പ്രാവശ്യം അതെല്ലാം പേരെല്ലാം മാറ്റി. ആ സ്ക്രിപ്റ്റ് നമുക്ക് കൊടുത്തവരെയും അതുമെല്ലാം നമുക്കറിയാം, കഥയും ഞങ്ങൾക്കറിയാം അത് സംഭവം എന്താണെന്നൊക്കെ. പക്ഷെ പ്രസാദം മരിച്ചു കഴിഞ്ഞിട്ട് അവരതിനെക്കുറിച്ച് സമ്മതിക്കുന്നില്ല. എന്തായാലും പുറത്തു വന്നാൽ ഞങ്ങൾക്ക് സംഭവം എന്തായാലും അറിയാം. അതിൻ്റെ പ്രസാദിത റഫായിട്ട് എഴുതി വെച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആളുകൾ അദ്ദേഹത്തെ ബോധപൂർവം, അതായത് അവരുടെ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദ്രോഹിക്കുന്നത് പോലെ എനിക്ക് പല അവസരങ്ങളിൽ തോന്നിയിട്ടുണ്ട് മാം. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ട ദിവസം, ആ ദിവസമാണ് ചലച്ചിത്ര നിരൂപകനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഒരു ആള് യൂട്യൂബ് ചാനലിൽ അദ്ദേഹം എന്താ പറയുക പണം വാങ്ങിച്ചു എന്നും ഭീമമായിട്ടുള്ള പൈസ ഒരു ഗാനത്തിന്, അത് മരിച്ച അന്ന് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ഭൗതിക ശരീരത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ടല്ലോ, അതുപോലും കൊടുക്കാതെയാണ് ചതയുള്ള ദിനേശ് എന്ന മനുഷ്യനാണ് അത് ചെയ്യുന്നത്. അതല്ലാത്ത മോശമായി പോയി. അതിപ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ വിദ്വേഷം ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ ആ ദിവസം അത് ആ വീഡിയോനകത്ത് തന്നെ അദ്ദേഹം ആ കർമ്മങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർത്തും മനുഷ്യത്വമില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ വിയോജിപ്പുണ്ട് ആ മനുഷ്യനോട്. ആ വീഡിയോ കണ്ടിട്ട് അതിന് അടിയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഇത് എപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നത്? ഞങ്ങൾ പ്രസാദിന്റെ സഞ്ചയനം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ, പ്രസാദിന്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്, അവരെല്ലാവരും എന്നെ വിളിച്ചു, ഇത് ഇങ്ങനൊരു ഇത് ഉണ്ട്, അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായും പ്രസാദിയേട്ടൻ്റെ എന്താണെന്നുള്ളത് അറിയാം, പ്രസാദിയേട്ടൻ്റെ അടുത്ത ആൾക്കാർക്കും അറിയാം. അദ്ദേഹത്തിനുള്ള ഏറ്റവും ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മദ്യപിക്കും എന്നുള്ള ഒരിത്, അല്ലാതെ ആർക്കും ഒരു ദ്രോഹമോ അല്ലെ ആരോടെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യമോ അങ്ങനെയുള്ള ഒരാളെ അല്ല. എല്ലാവരോടും നല്ല രീതിയിലേ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാറുള്ളൂ. പിന്നെ ഈ യൂട്യൂബിനകത്ത് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും, അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും. പക്ഷെ അതിനകത്തെ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അന്നത്തെ കാലത്ത് അത് സിനിമ ഏതാ, ബംഗ്ലാവിൽ ഔദ
അപ്പോൾ ലാൽ സാറിൻ്റെയാണ് അതെ നമ്മുടെ സിദ്ദിഖ് ലാൽ അല്ല. സിദ്ദിഖ് ലാലിൻ്റെ ലാൽ സാർ. അതിൽ പാട്ട് എഴുതാൻ പോയപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, ഇയാളൊരു ആളത്ര ഇതല്ല, എല്ലാവരും പറയുന്നു പൈസയൊന്നും തരികയില്ല എന്നൊക്കെ പറയും. പക്ഷെ പ്രസാദേട്ടൻ ഒരിക്കലും ആരോടും കണക്ക് പറഞ്ഞ് പൈസ മേടിക്കുന്ന ഒരാളെ അല്ല. അല്ല അല്ല, ഒരു കണിശതയുള്ള ആളാണെന്ന് ഇവിടെയും കേട്ടിട്ടുണ്ട്. ഒരിക്കലും അല്ല, ഒരിക്കലും ആരോടും ഇന്ന് വരെ ഒരു രൂപ പോലും കണക്ക് പറഞ്ഞ് മേടിച്ചിട്ടില്ല. ഞങ്ങളുടെ ജീവിത സാഹചര്യവും അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ നമുക്കത് നന്നായിട്ട് അറിയാവുന്ന കാര്യം. അപ്പോൾ ഇദ്ദേഹം ഇതങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് 15,000 രൂപ 2 പാട്ടിന് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. 15,000 രൂപ മേടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 15,000 രൂപ വണ്ടിക്കൂലിയും പോയി കഴിയുമ്പോൾ ഈ 15,000 രൂപ ഒരു നാട്ടിൽ 15,000 രൂപയുടെ വാല്യൂ എത്രയാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പാട്ട് എഴുതുന്ന ഒരാൾക്ക് ഒരു പാട്ടിനെ ഇവിടെ ഓരോ വ്യക്തികളും എത്രയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ 4/1 പോലും BR പ്രസാദിന് കിട്ടിയിട്ടില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാം. വേണേൽ നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യും നിങ്ങളറിയാൻ, ഒന്നുമല്ല. എത്രയാണെന്ന് പറഞ്ഞാലും എത്ര ഇതിൽ ആണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അത് സന്തോഷത്തോടെ കയ്യിൽ കിട്ടിയ ഉടനെ അത് എങ്ങനെ കൊടുത്തു എന്ന് പോലും. അങ്ങനെ ഒരു വ്യക്തിയാണ് വിധു. എനിക്ക് കവറിലിട്ട ഇത്ര രൂപ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് അത് 15,000 രൂപ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ മാനസികമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കൊണ്ട് റൂം എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പണി ചെയ്യിക്കുന്ന പോലെ. ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾ കൂലിപ്പണിക്ക് വന്നാൽ ചെടിക്ക് വളവിടാനാണെങ്കിൽ നമ്മൾ പറയും ഇതിനിട. ഒരു പാട്ട് എഴുതുന്ന ഒരാളോട് അത് അങ്ങനെയാണോ നമ്മൾ പറയാൻ പാടുള്ളത്? നിങ്ങൾ അങ്ങനെ ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ട് എഴുതി എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് ഇങ്ങനെ അങ്ങ് ഛർദ്ദിച്ച് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അവർ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് വരികളുണ്ടാവണം. അതിങ്ങനെ ചെവിയിലിട്ട് നമുക്കിത് നന്നായിട്ടറിയാം. ആ മ്യൂസിക് നമുക്ക് ഇട്ട് തന്നാൽ അതിങ്ങനെ ചെവി വെച്ച് കേട്ടോണ്ടേയിരിക്കും. വേറെ ഒന്നിലും ഒരു ശ്രദ്ധയില്ല. എല്ലാ പാട്ടെഴുത്തുകാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ ആ ഒരു ഇതാരും അറിയുന്നില്ല. നമ്മളെല്ലാം കാണുന്നത് മ്യൂസിക് ചെയ്ത് ഈ പാട്ട് വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം അത് ഭംഗിയോടെ കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു എഫക്റ്റ് അറിയത്തില്ല. അതിലാണ് അദ്ദേഹം പറഞ്ഞത് 15,000 രൂപ വാങ്ങി എന്നുള്ളത്. എത്ര ദിവസത്തെ മെനക്കേട്, എത്ര മണിക്കൂർ എല്ലാം വിട്ടിരുന്നിട്ട് ഇതിൽ മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലോ അല്ലെ പുറം ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയുന്നില്ല. പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരു കാര്യം സയാമീസ് ഇരട്ടകളുടെ ഇത് ഓപ്പറേഷൻ അദ്ദേഹത്തിന് അങ്ങനൊരു ഇത് മനസ്സിലുണ്ടായിരുന്നൊരു സംഭവം ചെയ്യണമെന്നുള്ളത്. അന്നേരമാണ് നമ്മുടെ തമിഴിൽ സൂര്യ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരും ഇത് ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിലുള്ളത് വരെ. പക്ഷെ അതിൻ്റെ ഒരു ഇതായിരിക്കാം ചില സമയങ്ങളിൽ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണ് ഒരു പാട്ട് എഴുതണം അല്ലെ ഒരു വേണ്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കഥ എഴുതണമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ റിസർച്ചിന് വേണ്ടി വെച്ചിരിക്കുന്ന ബുക്കെല്ലാം എന്ത് ചെയ്യുമെന്ന് അറിയാം. ആദ്യം ആ ബുക്കിൻ്റെ എല്ലാം പൊതിച്ചിൽ കളയും. എന്നിട്ട് വേറെ പേപ്പർ കൊണ്ടുവന്ന് അത് മുഴുവൻ പൊതിഞ്ഞ് അത് ഒട്ടിച്ച് അതിൻ്റെ ഓരോ സംഭവങ്ങൾ അങ്ങനെ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഈ ഇത് കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം കണ്ട ഒരു കുറ്റം അതാണ്. ആരെങ്കിലും അങ്ങനെ കാണുമോ? അതെങ്ങനെ എന്തെല്ലാം കണ്ടാലും ഒരു മനുഷ്യനൊരു കഥ ഉണ്ടാക്കുന്ന അല്ലെ ഒരു പാട്ടുണ്ടാവുന്നത്. അതെല്ലാം നമ്മളൊന്നും ഇതൊന്നും അടുക്കി വെച്ചിട്ടുള്ളതല്ലല്ലോ. അത് ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. പിന്നെ അദ്ദേഹം ആരോപിച്ചത് ഈ 15,000 രൂപയാണ്. ഇന്നും ഞങ്ങൾ പറയുന്നത് ഈ 15,000 രൂപ കൊണ്ട് ഒരു ആളിന് 2-3 പാട്ട് എഴുതി കൊടുത്തിട്ട് 15,000 രൂപ കൊടുത്തതാണോ അദ്ദേഹം പറയുന്നത് ഏറ്റവും ചോദിച്ചു മേടിച്ചു എന്ന് പറയുന്നത്? അവസാനം ഇദ്ദേഹം വന്ന് ദേഷ്യപ്പെട്ടു, 3 ദിവസമായിട്ട് നിങ്ങളൊന്നും എഴുതിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിനനുസരിച്ചും ഡയറക്ടറുടെ ഫിലിം ചെയ്യാൻ പോകുന്ന ആളിൻ്റെയും ആ കഥയുടെയും മ്യൂസിക് ഡയറക്ടറുടെ എല്ലാം ഇതനുസരിച്ച് വേണ്ട ഒരാൾ വരികൾ എഴുതാൻ. അങ്ങനെയാണ് അവിടെ നിന്ന് പോരുന്നത്. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുമായിരുന്നു. അത് എഴുതി കൊടുത്തിട്ട് ഇനി എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇട്ട് മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ടാണ് പൈസ ചോദിച്ചത്. അല്ലേ അതുപോലും ചോദിക്കാതെ എത്രയോ പേര് വിളിച്ചിട്ട് പോയിട്ട് വണ്ടിക്കൂലി പോലും ഇല്ലാതെ വന്നിട്ടുണ്ട്, കടം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തിരിച്ച് കയറി വരുമ്പം നമ്മളോട് പറയും ഇന്ന് പോയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. നമ്മളതൊക്കെ ആയിട്ടങ്ങ് പൊരുത്തപ്പെടും. നമുക്കതിലൊന്നും ഒരു പ്രശ്നമുള്ള ഫാമിലി അല്ലായിരുന്നു ഞങ്ങൾ. പിന്നെ പ്രസാദിനെ സംബന്ധിച്ച് എന്തുമായിട്ടും പൊരുത്തപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ എന്നോട് പറയും ഇത് ഇന്ന് സ്റ്റുഡിയോയുടെ വാതിക്കൽ ഞാൻ എൻ്റെ ചെരുപ്പ് ഊരിയിട്ടു. അപ്പോൾ എന്താ ഒരു 120 രൂപയുടെ ചെരുപ്പാണ് ഈ കുട്ടനാട്ടിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പാണ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത്. ഞാനത് ഊരിയിട്ടിട്ടേ തിരിച്ചെല്ലാവരും കൂടെ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ചെരുപ്പ് എടുത്തപ്പോൾ എൻ്റെ ചെരുപ്പ് അതിൻ്റെ അടുത്ത് കിടക്കുക. എല്ലാവരുടെയും 5,000-6,000 രൂപയൊക്കെ വിലയുള്ള ഭയങ്കര ബ്രാൻഡ് സാധനം കിടക്കുന്നിടത്ത് എൻ്റെ ഈ കരിമ്പനടിച്ച ചെരുപ്പ് കിടക്കുക. ചിരിച്ചോണ്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു
ഇത് തോന്നി എടുത്തില്ല. പിന്നെ ഞാൻ ഓർത്തു എന്തിനാ ഞാൻ ഇപ്പോൾ കൂളായിട്ട് ചെന്ന് എൻ്റെ ചെരുപ്പെടുത്തിട്ടുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അതാണ് പക്ഷേ ഈ ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ബാക്കി ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ ഒരു പ്രതിഫലത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഒരു നോവൽ എഴുതി, ഒരു സ്ക്രിപ്റ്റ് നമ്മൾ കൊടുത്തിരുന്നു. അത് നോവലായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇച്ചിരി തർക്കങ്ങളൊക്കെ വന്നു. അപ്പം ഞാനൊരു ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ കുറച്ച് കമൻ്റ് ഇങ്ങനെ വന്നു, പൈസ മേടിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അത് സൈൻ ചെയ്തതും. ആ പേപ്പറെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. 1,00,000 രൂപ, അതിൽ എത്രാണ്ട് രൂപ ടാക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചിട്ടാണ് അത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. 10-15 വർഷമായിട്ടുണ്ട്. അത് ഇതുവരെ സിനിമയായിട്ടില്ല. അപ്പോൾ ഇത്രയും ചന്ദ്രോത്സവം, അതിലും എന്തെല്ലാം പ്രസാദിയേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളതിനെയൊന്നും അവർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ എഴുതി കൊടുത്താൽ ആ പൈസ തരാം. അപ്പം പ്രസാദിയേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് മരുന്ന് മേടിക്കാൻ വരെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ പോലും ആ പൈസ കിട്ടാത്തത് കൊണ്ട് ഒരിക്കലും നമ്മളത് വേണ്ട എന്ന് വെച്ചത് പിന്നീട് നമ്മളത് മേടിക്കുന്നത് ശരിയല്ല. പിന്നെ അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രളയ സമയത്ത് അദ്ദേഹം 50,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിട്ടുണ്ടല്ലോ. അദ്ദേഹം സ്ക്രിപ്റ്റിന് വേണ്ടി കൊടുത്ത പൈസയും ഈ പ്രളയത്തിന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന 50,000 രൂപയും ഇതുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് എന്നോട് വിളിച്ച് ചോദിക്കുന്നു, എൻ്റെ പേര് വിളിച്ചിട്ടാണ് പറയുന്നത്, എന്നെ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടിട്ട് എന്ത് സഹായം വേണേലും ചോദിച്ചോ എന്ന് പറയുമ്പം പോലും നമ്മുടെ കയ്യിൽ ആ ഓപ്പറേഷനുള്ള കാശുണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പം വേണ്ട ചേട്ടാന്നാണ് നമ്മൾ അന്നേരം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അതൊന്നും ഓർക്കാതെയാണ് ഒരുപാട്, എന്ന് വെച്ചാൽ നമുക്ക് വിരോധമോ ഒന്നുമില്ല. പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുക, അവരോടിത്, നമുക്കത് വേണ്ട. എന്നാന്ന് വെച്ചാൽ അത് ആ ഞാൻ ആയിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്ന ഒരു കമൻ്റ് ഇട്ടിരിക്കുന്ന 2 പേര് അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ കമൻ്റ് അങ്ങനെ വരുമ്പം പിന്നീട് ഞങ്ങൾ മാർഗമില്ലാതിരുന്നാൽ പോലും ആ പൈസ മേടിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് അത് സഹിക്കത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല. ആവശ്യം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഈ ഒരു ദിവസം ഏകദേശം 1.5 ലക്ഷം രൂപയോളം ചെലവ് വരിക, ഒരു ദിവസവും ഓരോരോ അവയവങ്ങൾക്ക് ഓപ്പറേഷൻ, എങ്ങനെയാ പിടിച്ചു നിന്നത്? മനസ്സിനെങ്ങനെയാ കരുത്ത് കിട്ടിയിരുന്നു? അതിൻ്റെ അകത്ത് ഇവിടെ നിന്ന് പ്രസാദിയേട്ടൻ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്, ഒരു വൃശ്ചിക മാസത്തിൽ. അപ്പം ശബരിമലയിലെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷെ പോകുന്ന വഴിക്കാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. ട്രിവാൻഡ്രത്തു നിന്ന് പെട്ടെന്ന് ജൂബിലി ഹോസ്പിറ്റലിലാണ് ആദ്യം പോകുന്നത്. അതവിടെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് കിംസിലേക്ക് കൊണ്ടുപോട്ടെ എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോഴും നമുക്കിതിൻ്റെ പെട്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതാണ് സംഭവം. വയ്യാതെ വന്നു എന്നുള്ളത് പറയുമ്പോൾ എൻ്റെ ഇത് മുഴുവൻ ഷുഗർ താന്നു പോയി കഴിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും, നേരത്തെ ഉണ്ടാകാറുണ്ട്, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കും. 2,000 രൂപയും കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കിംസിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഒരു വിളിച്ച് പപ്പേട്ടനുണ്ട്, ഏഷ്യാനെറ്റിലെ സുനിലുണ്ട്, അവരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും നിൽക്കുക. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള പ്രസാദിയേട്ടൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മളറിയുന്നില്ല, നമ്മളവരോടെല്ലാം ചിരിച്ച് വർത്താനം പറയാം എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇത്രയും പ്രശ്നമാണെന്നുള്ളത്. അതറിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പിറ്റേന്ന് രാവിലെ അവർ ഇത്ര രൂപ അവിടെ കെട്ടി വയ്ക്കണമെന്ന് പറയുന്നു. അപ്പോൾ രാജീവേട്ടൻ, TK രാജീവ്കുമാർ വിളിക്കുന്നു. രാജീവ്കുമാർ വിളിച്ചിട്ട് പറയുന്നു, വിധു ഞാനിങ്ങനെ ഇത് കൊടുക്കട്ടെ എന്നോട് ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, രാജീവേട്ടൻ എങ്ങനെയാണ് ഇതിൻ്റെ, എനിക്കിതിനെക്കുറിച്ചൊന്ന്, നമ്മളപ്പോൾ നമുക്ക് ഉള്ളിലൊരു ഒന്നുമില്ല, ഒരു ശൂന്യമായൊരവസ്ഥയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത. അപ്പം എന്നോട് പറഞ്ഞു, വിധു ഇവിടെ ഒരുപാട് ചിലവ് വരും, അപ്പോൾ ഇങ്ങനെ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, രാജീവേട്ടൻ തന്നെ അത് ചെയ്തു, എനിക്കിതിനാലെ ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോൾ രാജീവ്കുമാറാണ് അതിന് മുൻകൈ എടുത്ത് എല്ലാം ചെയ്ത് തന്നതും ഇതുമെല്ലാം എല്ലാ ഇതിലൊക്കെ കൊടുത്തതും. പിന്നെ ഫിലിം ഇതിൻ്റെ ഇതിൽ നമ്മുടെ കല്ലൂർ ശശാറ്, വിജയൻ ചേട്ടൻ, അവരൊക്കെ എല്ലാവരും അതിനിത് ചെയ്ത് കേട്ടോ. പെട്ടെന്ന് തന്നെ ആ നിമിഷം തൊട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ തുടങ്ങി. അപ്പോഴും നമുക്ക് ധൈര്യമായി. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റി, പൈസ അടയ്ക്കാനും പറ്റി, ഇതെല്ലാം ചെയ്യാൻ പറ്റി. പിന്നെ അതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിസ്മയ മാക്സ് എന്ന് പറയുന്ന ഇത്
ട്രിവാൻഡ്രത്തൊരു സ്റ്റുഡിയോ ഉണ്ടല്ലോ, വിസ്മയ മാക്സ്. അതെ അതെ അതിനകത്തെ മോഹൻലാലിന്റെ ഷൈബു മുണ്ടക്കൽ എന്ന് പറയുന്ന ആ ഷൈബു സാറിനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ചില വ്യക്തികളാണ് അതൊക്കെ. ഈ ദൈവം എന്ന് പറയുന്നത്, നമ്മൾ പറയുമല്ലോ ദൈവം എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് എന്നുള്ളത്. പ്രേംകുമാർ, സുരേഷ് ഗോപി, ഇങ്ങനെ ഒരുപാട്, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും ഒരുപാട് പേര്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എല്ലാവരും നല്ല രീതിയിൽ, അവിടുത്തെ ജീവനക്കാർ എല്ലാം നല്ല രീതിയിൽ, ഇങ്ങനത്തെ സെക്യൂരിറ്റി വരെ അകത്ത് കിടക്കുന്ന ഇന്ന ആളാണെന്ന് അറിഞ്ഞ നിമിഷം നമ്മളോട് കാണിക്കുന്ന ഒരിത് ഞങ്ങളോടല്ലല്ലോ, പ്രസാദിയേട്ടനോടുള്ള ഒരു ബഹുമാനമല്ലേ ആ കിട്ടിയത് മൊത്തം. പിന്നെ ആ പൈസ അങ്ങനെ വന്നു, അങ്ങനെയാണ് 10-20 ലക്ഷത്തിന് മേളിലുള്ള നമുക്ക് പല ഇതിലായി ചിലവായി, അതെല്ലാം ഇങ്ങനെ വന്ന് കിട്ടി. 50 രൂപ ഒരാൾ 50 രൂപ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എനിക്കൊരു കുറിപ്പിട്ടിരിക്കുന്നു, ചേച്ചി ഞങ്ങൾക്ക് ചേട്ടനെ തിരിച്ചു തരണം. എന്നെക്കൊണ്ട് ഒരു നിവൃത്തിയില്ല, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെ ചിലവിന് തരുന്നതിൽ നിന്ന് എനിക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എനിക്ക് പക്ഷേ ഇതിലേക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയെന്ന് പറഞ്ഞൊരു കുറിപ്പ് ഇട്ടിട്ടാണ് ഈ 50 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞാനിങ്ങനെ ഒരു ഇതിലിങ്ങനെ ഗൂഗിൾ പേ ഇങ്ങനെ എടുത്ത് നോക്കുമ്പം കുഞ്ചാക്കോ ബോബൻ എന്ന് കിടക്കുന്നു. പക്ഷെ ഇന്ന് വരെ എനിക്കും അറിഞ്ഞുകൂടാ കുഞ്ചാക്കോ ബോബൻ നടൻ കുഞ്ചാക്കോ ബോബനാണോ ആയിരിക്കണം, ആരാണ് ചെയ്തത്. ഇന്ന് വരെ അദ്ദേഹം ഒരിടത്ത് പറഞ്ഞിട്ടോ ഇതോ ഇല്ല. കുഞ്ചാക്കോവൻ അദ്ദേഹം തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അദ്ദേഹം ആ പൈസ ഇട്ട് അദ്ദേഹം ആയിരിക്കാം. അതെ ഡെഫിനറ്റ്ലി അദ്ദേഹം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അവരുടെ എല്ലാം എത്രയോ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്തു, സാമ്പത്തികമായും മാനസികമായും എല്ലാം. എൻ്റെ കുടുംബത്തെ ഒരുപാട് ചേർത്ത് നിർത്തി. അവരോടെല്ലാം ഞാൻ ഒരിക്കൽ പോലും നന്ദി പറഞ്ഞിട്ടില്ല. എന്നു വെച്ചാൽ പ്രസാദിയേട്ടൻ പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്കൊരാളൊരു സഹായം ചെയ്ത് കഴിയുമ്പോൾ താങ്ക്സ് അല്ലെ നന്ദി എന്ന് പറയുമ്പോൾ അവരെ അകറ്റുക എന്നുള്ളതാണ് അതിനകത്ത്. അവർ നന്ദി പറഞ്ഞ് അകറ്റേണ്ട ആൾക്കാരല്ല നമ്മളെ ആപത്തിൽ സഹായിക്കുന്നത്. അതുകൊണ്ട് അവരോട് സ്നേഹമായും സന്തോഷമായും ഒരു വാക്ക് ഏതെങ്കിലും ഒരു സമയങ്ങളിൽ വിളിക്കാൻ പറ്റിയാൽ വിളിക്കണം, പറയണം. എല്ലാവരും ചിന്തിക്കുന്നതിൻ്റെ വിരുദ്ധമാണ് എപ്പോഴും പ്രസാദിയേട്ടൻ പറയുന്ന പല കാര്യങ്ങളും. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് അതൊക്കെ കഴിഞ്ഞെല്ലാം വന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഈ തിണ്ണയിൽ ഇങ്ങനെ താഴെ തിണ്ണയിൽ ഒരു ദിവാങ്കോട്ടുണ്ട്, അതിലിങ്ങനെ കിടക്കും. അപ്പം ഞങ്ങൾ സന്ധ്യയ്ക്ക് പോയി ഞാനും മക്കളും എല്ലാം ഇരിക്കുമ്പം ഓരോ കാര്യങ്ങളിങ്ങനെ പറയും. അപ്പോൾ ഈ മരിച്ചു പോയിട്ട് കർമ്മം ചെയ്യുന്നതിനെക്കുറിച്ചും, അപ്പോൾ ഈ ജീവനോടിരിക്കുമ്പോൾ ആരെയും നോക്കാതിരുന്നിട്ട് മരിച്ചു കഴിയുമ്പം ഭയങ്കരമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, പിന്നെ അവരുടെ 16 അടിയന്തരം നടത്തുന്നു, നാട്ടുകാരെ വിളിച്ച് സദ്യ, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കളിയാക്കും. അപ്പോൾ മോളും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അപ്പം അന്നേരമാണ് പറയുന്നത്, ഞാൻ മരിച്ച ഒരു കർമ്മവും ചെയ്യല്ലേ, നിങ്ങൾ എന്നെ മാവ് വെട്ടി ദഹിപ്പിക്കണം. ഇപ്പം ഇവിടെയൊക്കെ പെട്ടിക്കകത്താണ് ഗ്യാസൊക്കെ വെച്ചിട്ട് പെട്ടിയില്ല ദഹിപ്പിക്കുന്നു. അപ്പം പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്നെ മാവ് വെട്ടി, നമ്മുടെ പറമ്പിലെ മാവ് വെട്ടി അങ്ങനെ തന്നെ ഒരുക്കി എന്നെ ദഹിപ്പിക്കണം, പിന്നെ കർമ്മമൊന്നും ചെയ്യല്ലേ. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു അതൊന്നും നടക്കത്തില്ല അച്ഛാ, കർമ്മം ചെയ്യുക എന്നുള്ളത് മരിക്കുന്ന നമ്മളല്ലത് പറയേണ്ടത്, ജീവിച്ചിരിക്കുന്ന ആരാണോ മരിക്കുന്നത് അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്നവർ. അപ്പോൾ അച്ഛൻ അതൊന്നും പറയണ്ട, അച്ഛൻ മരിച്ചു പോയാൽ ഞങ്ങൾ കർമ്മം ചെയ്യും. ചിരിച്ചോണ്ടാണ് ഇവരിങ്ങനെ ഓരോ വിഷയം ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞ്, അപ്പോൾ ഞങ്ങൾ കർമ്മം ചെയ്യും, അതുകൊണ്ട് അച്ഛൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ചിരിച്ചോണ്ട് എന്നോട് ഇത് പറയുന്നത് കേട്ടോ, നമ്മളൊന്ന് മരിച്ചു കൊടുത്താൽ മതി, അവർ കർമ്മം ചെയ്യുമോ, അവർ ദഹിപ്പിക്കുമോ, എന്ത് വേണേലും ചെയ്യും. പിന്നെ ഇത് പറയുമായിരുന്നു, എന്നെ ദഹിപ്പിക്കുന്നിടത്ത് നിറയെ ചെടി വെക്കണം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, അങ്ങനെയൊക്കെ ചെയ്യാവുള്ളെന്നൊക്കെ പറയുമായിരുന്നു. അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്കറിയാം, ഇപ്പം പലപ്പോഴും വണ്ടിക്കൂലി കൊടുക്കാതെ അദ്ദേഹത്തെ തിരിച്ചുവിടുക, ഇപ്പം അവസാന സമയത്ത് പോലും വാങ്ങിച്ച തിരക്കഥയിൽ അദ്ദേഹത്തിന് അവകാശമില്ല എന്നുള്ള രീതിയിൽ ആരോപിക്കുക, ഇപ്പോൾ റൈറ്റ്സ് റോയൽറ്റി അതിന് അദ്ദേഹത്തെ ചതിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല മനുഷ്യനുണ്ടല്ലോ, ഒരു നിഷ്കളങ്കനായ മനുഷ്യനുണ്ടല്ലോ, അതിനെ കുറേ ആളുകൾ വെറുതെ യൂസ് ചെയ്യുക. ഇതിനെപ്പറ്റി അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു, അതായത് എന്നെ അവർ പറ്റിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു. നന്നായിട്ട് അറിയായിരുന്നു. അത് പ്രസാദിൻ്റെ എത്രയോ കഥ സിനിമയായിട്ടുണ്ട്. അത് ഓരോരുത്തർ കഥ പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കഥകളിലെ ചില പോർഷൻസ് പല ഫേമസ് ആയിട്ടുള്ള സിനിമകളിലും വന്നിട്ടുണ്ട്. അതിലൊന്നും പ്രസാദിന് കുഴപ്പമില്ല, അത് സന്തോഷത്തോടെ അവർ ചോദിച്ചിട്ടാ ബിയറെ ഞങ്ങളിങ്ങനെ താനെന്ന് പറഞ്ഞ കഥ അതിൻ്റെ ഇച്ചിരി ഒന്നും ഒരു പ്രശ്നവുമില്ല. അല്ല ഞാനിതിങ്ങനെ വിൽക്കും, എനിക്ക് വിറ്റിട്ട് ഇത്ര കാശ് കിട്ടും, അങ്ങനെയുള്ള കാശിന് വേണ്ടിയിട്ടൊരു ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയേ അല്ലായിരുന്നു. അല്ലെങ്കിൽ എത്രയോ
ഇതിൽ നന്നായിട്ട് ജീവിക്കാമായിരുന്നു അങ്ങനെ ഒരാളായിരുന്നുവെങ്കിൽ. ഒരിക്കലും അങ്ങനെ ഈ നാട് വിട്ടു പോകണമെന്ന് അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ ഒരു കാവി കൈലി ഉടുത്ത് ഒരു തോർത്തും തോളിലിട്ട് അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് അവിടെ കയറി, വീട്ടിൽ പത്രമുണ്ട് എന്നാലും ആ കടയിലിരുന്ന് പത്രം വായിക്കണം, ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കണം, നാട്ടുകാരോട് വിശേഷം പറയണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഡ്യുവറ്റ് പാടുന്ന സിനിമകൾ ഉണ്ടാവില്ല, അതായത് നായകനും നായികയും പാടുന്നത്. ഇപ്പം മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമ്പി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാമുകൻ്റെ മനസ്സിൽ നിന്നും കാമുകിയുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ഒരു ഭാവനാലോകം സൃഷ്ടിക്കുന്നുണ്ട്. അത് അതിസുന്ദരമാണ്. പ്രണയത്തെ പറ്റി അല്ലെങ്കിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ഈ സംസാരിക്കുമല്ലോ. അത് എത്രമാത്രം ഈ കവിതകളുള്ള പോലെ തന്നെ മനോഹരങ്ങളായിരുന്നു. അതൊക്കെ ബി ആറിൻ്റെ ജീവിതങ്ങൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ബി ആർ ജീവിതമൊക്കെ ഒത്തിരി അടിച്ചു പൊളിച്ച്, നല്ല കോളേജ് ലൈഫാണെങ്കിലും സ്കൂൾ ജീവിതമാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരുപാട് പ്രേമമൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ എൻ്റെ അടുത്ത് തുറന്നും പറഞ്ഞിട്ടുണ്ട്, എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രസാദിയേട്ടൻ ഒപ്പിടുന്നത്, പ്രസാദിയേട്ടൻ പ്രേമിച്ച ഒരു ആളിൻ്റെ പേരിലാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ആ മരിക്കുന്നവരെ ആ ഒപ്പ് അങ്ങനെ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രേമങ്ങളും, ബോട്ട് കയറി ചെമ്പക്കുളം പോയി അവിടെ ചെന്ന് ഒരാളെ കണ്ടിട്ട് തിരിച്ചു വന്ന് ഇപ്പുറത്തെ അപ്പോൾ പുളിങ്കുന്ന് ജെട്ടിയിൽ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ചിരിക്കുക. അതൊക്കെ ഒരു കുന്ന് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നിട്ടുണ്ട് വായിക്കാൻ. ആരെങ്കിലും തരുമോ ഡയറിയൊക്കെ? അപ്പം അത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഞങ്ങൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, ഏജിലും ഉണ്ട്. എനിക്കാണ് പ്രസാദിയെക്കാട്ടി ഹൈറ്റ് കൂടുതൽ. അതിലൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. എനിക്കാദ്യമൊക്കെ അങ്ങനെ ഒരു ചമ്മലുണ്ടായിരുന്നു ആൾക്കാരൊക്കെ നോക്കുമ്പോൾ. പക്ഷെ പ്രസാദ് ഇങ്ങനെ പറഞ്ഞ് ഞാനും അതിലേക്കൊക്കെ ആ ഒരു അങ്ങനെയുള്ള ഇതിലൊന്നും നമുക്കൊരു വിഷയമല്ലാതായി മാറി. ശരിക്കും കണ്ണടയ്ക്കുമ്പം പൂവാണെന്ന് പറഞ്ഞിട്ട് തന്നെ വ്യക്തമായി നമുക്ക് സൗണ്ട് വെളിയിൽ വന്നു. എൻ്റെ ഉള്ളിലെ എനിക്കറിഞ്ഞൂടാ വിഷമമാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ പ്രസാദിയേട്ടനെ യാത്രയാക്കുന്ന അത്രയും നല്ലതായിട്ട് തന്നെ ചെയ്യണം, ഇത്രയും ആൾക്കാർ വരും എന്നൊന്നും നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ എല്ലാവരും അതിശയത്തോടെ എന്നെ നോക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് മോർച്ചറി കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്യിക്കുന്നു, ഈ പന്തലിടിയിപ്പിച്ചു, എല്ലാം ചെയ്തു കൊണ്ടുവന്നു.